Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Ma'am. സുഖാണോ? സുഖാണ് മാം. സുഖാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, മാമിന് സുഖാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഈ ഒരു റീസണും കൂടി നമുക്ക് പറയാനുണ്ടല്ലേ. ആ മാമിന് സുഖാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വായിച്ചു നോക്കി. ഓക്കെ, ഇനി ഫിഫ്ത് റീസൺ നോക്കിയേ. 1 മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. എന്താണ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാല്? റിട്ടൻഷൻ എന്താണ്? റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക. നിലനിർത്താം. ഓക്കെ, പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിലനിർത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം. It is more cost effective to withhold all patients than to get new patients. എന്താ പറയുന്നത്? പുതിയ രോഗികളെ ലഭിക്കുന്നതിന് പഴയ രോഗികളെ തടഞ്ഞു നിർത്തുന്നത് കൂടുതൽ ലാഭകരമാണ് അല്ലെ? പുതിയ രോഗികളെ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ രോഗികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു അല്ലെ? അവിടെ പുറത്തേക്ക് വിടാതെ പഴയ രോഗികളെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത്. എങ്ങനെയെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ അവരെ നിലനിർത്താനായിട്ട് പറ്റും? പഴയ രോഗികളെ എങ്ങനെ നിലനിർത്താം? എങ്ങനെ പറ്റാം? എങ്ങനെ പറ്റും? പറഞ്ഞു നോക്കേ. ഗുഡ് കെയർ കൊടുക്കണം. പിന്നെ നല്ല ക്വാളിറ്റിയുടെ അല്ലെ ഗുഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാം, ക്വാളിറ്റി കെയർ കൊടുക്കാം അല്ലെ? അങ്ങനെയുള്ള ഗുഡ് സർവീസ്, ഫെസിലിറ്റീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം, നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ് പോയിന്റ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അറ്റ്മോസ്ഫിയർ കൊടുക്കാം. ഓക്കെ, ഗുഡ് എക്യുപ്മെന്റ്സ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിക്കേഷൻ വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുമ്പോ നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോ മെഡിസിൻസ് നല്ല രീതിയിൽ അല്ലെ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോ ആളുകള് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാതെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കണം. ഇത് പോയിന്റ് വരുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. എല്ലാ രീതിയിലും വളഞ്ഞു തിരിഞ്ഞു പറഞ്ഞാലും എന്താണ് അവർ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോ ഇവിടെ പറയുന്നത് പഴയ രോഗികളെ ഹോസ്പിറ്റലിൽ ഹോൾഡ് ചെയ്യാനായിട്ട് നിലനിർത്താനായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നല്ല രീതിയിലുള്ള ഗുഡ് ക്വാളിറ്റി ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യണം. Okay, returning patients will result in greater ROI. Important ആണ് ട്ടോ. Return on investment, ROI. Expand ROI എന്ന് ചോദിക്കാം ട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം. അപ്പോ ഇങ്ങനെ മടങ്ങിയെത്തുന്ന രോഗികള് എന്താണ്? വലിയൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവരിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഹോസ്പിറ്റലിലെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്? റിട്ടേൺ അല്ലേ? കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റല് തന്നെയല്ല ഓരോ എന്താണ് ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പേഷ്യന്റ് കെയർ നൽകുന്നുണ്ടെങ്കിലും
എന്നിരുന്നാൽ കൂടിയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന മെയിൻ ഗോളിനോട് അല്ലെങ്കിൽ എയിമോട് കൂടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ പേഷ്യൻസ് കൂടുതൽ മടങ്ങി വരുമ്പോ, അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ പുതിയ പേഷ്യൻസും വന്നു ചേരുമ്പോ, ആ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ അവർക്ക് എന്താ ഉണ്ടാകുന്നത്? കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റോ? ഇപ്പൊ ഒരു ചികിത്സയ്ക്കായിട്ട് നമ്മളിപ്പോ എന്താ, ഒരു പനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്താണ്, നമുക്ക് ഒരു ദിവസം വേണ്ടി വരുന്ന ചെലവ് എത്രയായിരിക്കും? മിനിമം എത്ര രൂപ? ടെസ്റ്റ്, അതുപോലെ പല ടെസ്റ്റുകൾ, പല ട്രീറ്റ്മെന്റുകൾ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ, അതുപോലെ തന്നെ ട്രാവലിംഗ് ചാർജ്, ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു ദിവസം എത്ര രൂപ ചെലവ് വരും? കുറഞ്ഞത് ഒരു 1000 rupees എങ്കിലും ചെലവ് വരില്ലേ? അങ്ങനെ ചെലവ് വരാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, 1500 ആവാം, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 1000 rupees എങ്കിലും നമുക്ക് ചെലവ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ചെലവാക്കുമ്പോൾ അവർക്ക് എന്താണ്, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. ഓക്കെ, എന്താ പറയുന്നത്? നല്ല, കൂടാതെ സന്തുഷ്ടരായിട്ടുള്ള, ഹാപ്പി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തുഷ്ടരായിട്ടുള്ള രോഗികൾക്ക് ഹോസ്പിറ്റലിന്റെ ഒരു മികച്ച അഭിഭാഷകരാകാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് അഭിഭാഷകരാകുന്നത്? They will keep coming back to opt for services and even suggest the hospital to their friends and families. അല്ലെ, ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫാമിലിനോട് പോയി പറയും, അതുപോലെ അവരുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അല്ലെ, റെക്കമെൻഡ് ചെയ്യും അല്ലെ, വേറെ ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യും. നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി കെയർ, നല്ല സൗകര്യങ്ങള്, അങ്ങനെയുള്ള സർവീസുകളാണ് ആ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പോയിട്ട് മറ്റുള്ളവരോട് പറയാനായിട്ട് ഇടവരും. Apart from providing quality care, employs some of the best patient procurement strategies to make the patient prefer. എന്താ പറയുന്നത്? ഗുണമേന്മയുള്ള പരിചരണം നൽകുന്നതിനു പുറമെ രോഗിക്ക് മൂല്യമുള്ളതായി തോന്നാൻ ചില മികച്ച രോഗി സംഭരണ തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തന്ത്രങ്ങൾ പ്രയോഗിക്കുക. നമ്മൾ കൂടുതൽ ക്വാളിറ്റി കെയർ നൽകുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം? ആ രോഗികൾക്ക് കൂടുതൽ മൂല്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള തന്ത്രങ്ങള് അവിടെ മെനഞ്ഞെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആ ഹോസ്പിറ്റലില് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. എന്താ പറഞ്ഞത്? ക്വാളിറ്റി കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട്, അതിന് പുറമെ ആ പേഷ്യൻസിനെ കൂടുതലായിട്ട് മൂല്യമുള്ളവരെ, ആ പേഷ്യൻസിന് കൂടുതൽ മൂല്യം കൊടുക്കുന്നതായിട്ട് അവർക്ക് തോന്നാനായിട്ടുള്ള സ്ട്രാറ്റജി, തന്ത്രങ്ങള് ആവിഷ്കരിക്കണം. മനസ്സിലായോ? പേഷ്യൻസിനാണ് ആ ഹോസ്പിറ്റൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ROI ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹാപ്പി പേഷ്യന്റ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയേ. 2 സെന്റൻസ് ഞാനിപ്പോ പറഞ്ഞ 2 സെന്റൻസും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. പാരഗ്രാഫ് വായിക്കാം കേട്ടോ, ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏതാ പറയേണ്ടത് മോളെ? ഏത് സെന്റൻസ് ആണ് പറയേണ്ടത്? മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞതാണോ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI, എക്സ്പാൻഡ് ROI. അതുപോലെ തന്നെ ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്.
കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, വായിച്ചു നോക്കിയോ? പാരഗ്രാഫ് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് പോർഷൻ ആണ്, വാട്ട് ക്യാൻ ഹോസ്പിറ്റൽസ് ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ? പേഷ്യന്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യന്റ് റിട്ടൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? 5 കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാലോ. എന്താണ്? generate a comfortable and inviting atmosphere in the hospital. ബോക്സ് പറയും. നമ്മള് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫസ്റ്റ് മുതലുള്ള ഓർഡർ ആണ്. ഇവിടെ 2 നമ്മള് 4th-ലും 5th-ലൊക്കെ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഗുഡ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാം അല്ലെ, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗും. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം എന്താണ്? നല്ല രീതിയിൽ കംഫർട്ട്നെസ് പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ്? intimate the patient in advice about the treatment procedure. ചികിത്സ നടപടിക്രമങ്ങൾ അല്ലെ. ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സ നടപടിക്രമങ്ങള്, അതിനെ കുറിച്ച് രോഗികൾക്ക് അഡ്വൈസ് കൊടുക്കുക. മനസ്സിലായോ? ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച്, ചികിത്സ നടപടിക്രമങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? രോഗികൾക്ക് അഡ്വൈസ് കൊടുക്കണം. ഓക്കെ, എന്താണ്? കുറച്ച് ദിവസങ്ങള് നിങ്ങൾ അഡ്മിറ്റ് ആയി കിടക്കും, ഇത്ര ദിവസം വരെ അഡ്മിറ്റ് ആവേണ്ടതുണ്ട്, ഇന്നതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ്, ഇന്ന മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ്? എക്സൽ പേഷ്യൻസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. എക്സ്പെക്ടേഷൻസ് പ്രതീക്ഷ അല്ലെ. രോഗികള് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നാലും മാത്രമാണ് രോഗികളെ അവിടെ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം, അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിനപ്പുറമായിരിക്കണം എന്ത് ചെയ്യാനായിട്ട്? ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഇനി എന്താണ്? കണ്ടക്ട് ഫോളോ അപ്പ് സർവേ ആഫ്റ്റർ ദ വിസിറ്റ് അല്ലെ. വിസിറ്റിന് ശേഷം എന്ത് ചെയ്യണം നമ്മള്? സർവേസ് അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. എന്താണ് ഇൻസ്ട്രക്ട് എന്ന് പറഞ്ഞാല്? ഇൻസ്ട്രക്ട് നിർദ്ദേശങ്ങൾ അല്ലെ. അവരെ ഉപദേശിക്കണം നമ്മൾ, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്? ഇൻഫോം അറിയിക്കുക അല്ലെ. പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, മെഡിസിനെ കുറിച്ചൊക്കെ ഇൻഫോം ചെയ്യാം. അതുപോലെ ഉപദേശങ്ങള്, ചിലപ്പോൾ ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യുന്നവരുണ്ടാവും, എക്സസൈസ് ചെയ്യേണ്ടവരുണ്ടാവും, അവർക്കൊക്കെ ഉപദേശങ്ങള്, ഇത് ചെയ്താലേ നിങ്ങൾക്ക് രോഗം ഭേദമാകുള്ളൂ അല്ലെ, നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ കണ്ടീഷൻ ആവാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഉപദേശങ്ങൾ കൊടുക്കാം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. എന്തൊക്കെയായിരുന്നു?
നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് കൊടുക്കുക, നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുക, അതുപോലെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക, നല്ല രീതിയിൽ അവരുടെ എക്സ്പെക്ടേഷന് അപ്പുറമായിട്ട് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ വിസിറ്റിന് ശേഷം സർവേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുക, നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ, അതുപോലെ അവരെ അറിയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവരെ അറിയിക്കുക. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇംപ്ലിമെന്റിംഗ് പേഷ്യന്റ് റിട്ടൻഷൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇനി സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പെയറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പ്രധാനമായിട്ടും പഠിക്കേണ്ടത് നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഹോസ്പിറ്റൽസ് ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 5 പഠിച്ചില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ബോക്സിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, റീറ്റെയിൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. എന്താണ്? നിലവിലുള്ള പേഷ്യൻസിനെ പുനഃസ്ഥാപിക്കുക. വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, അല്ലെ, നഷ്ടപ്പെട്ട രോഗികളെ തിരികെ കൊണ്ടുവരിക. അതാണ് ഫസ്റ്റ് പെയർ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ്? കണ്ടക്ട് പേഷ്യൻസ് ഫീഡ്ബാക്ക് സർവേ. എന്താണ്? സർവേ കണ്ടക്ട് ചെയ്യുക, അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ആസ് പേഷ്യന്റ് വൈ ദേ ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പോയത്, ഹോസ്പിറ്റലിൽ നിന്ന് പോയത്, അതിന്റെ കാരണം സർവേയില് ചോദിക്കാം. മനസ്സിലായോ? പിന്നെന്താണ്? ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. ഒരു സാമ്പത്തിക കൂട്ടായ്മ ബിൽഡ് അപ്പ് ചെയ്യാം. ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺ. എന്താണ്? പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരുന്നത് പ്രോത്സാഹിപ്പിക്കുക. റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി. എന്താണ്? പേഷ്യന്റിന്റെ വിശ്വസ്തതയ്ക്ക് റിവാർഡ് നൽകുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. എന്താണ്? സാമൂഹിക അംഗീകാരം പോലെ ഒരു റിവാർഡ് നൽകണം. നമ്മള് ഒരു ബെസ്റ്റ് പെർഫോമർക്ക് റിവാർഡൊക്കെ കൊടുക്കാറില്ലേ? പഠിച്ചിട്ടില്ലേ നമ്മള് ഇതിൽ തന്നെ? അതുപോലെയുള്ള ഒരു സാമൂഹിക അംഗീകാരം നൽകുക. പിന്നെന്താണ്? ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യന്റ്, അല്ലെ, അവരുടെ ശബ്ദം കേൾക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവരെ അത് കേൾക്കാനായിട്ട് അവരുടെ സ്റ്റാഫുകൾ തയ്യാറാവണം. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെന്താണ്? റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്. കംപ്ലൈൻസ്, അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതാണ് എന്താണ് വോയിസ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, നീഡ് ഉണ്ടാവും. അതൊക്കെ എന്താ അവര് മനസ്സിലാക്കുക, അവിടുത്തെ സ്റ്റാഫുകള് മനസ്സിലാക്കുക, അവരെ അറിയുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം. അതുപോലെ തന്നെ അവർക്ക് കംപ്ലൈൻസ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ് അതൊക്കെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയ 2 കാര്യങ്ങളും, ബോക്സും അതുപോലെ തന്നെ what can hospital to do upgrade the patient retention. വായിച്ചു നോക്കട്ടോ.
ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റിന്റെ സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകങ്ങൾ എന്തെല്ലാമാണ്? 5 നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. Patient satisfaction often related to, first point നോക്കിയേ, the expectations that a patient has of the care team. ആരായിരിക്കും കെയർ ടീം എന്ന് പറയുന്നത്? ആരൊക്കെ ആവാം കെയർ ടീംസ് എന്ന് പറഞ്ഞാല്? നഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവാം. ഓക്കെ, അവരൊക്കെയാണ് നമ്മള് കെയർ ടീം എന്ന് പറയുന്നത്. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നീട് എക്സാമിന് വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവില്ല. ഓക്കെ ഓക്കെ. അപ്പൊ കെയർ ടീം എന്ന് പറയുന്നത് നഴ്സ് ആവാം, ഡോക്ടേഴ്സ് ആവാം, മറ്റു അതർ സ്റ്റാഫുകളാവാം. അപ്പൊ അവരിൽ നിന്ന് ലഭിക്കുന്ന കെയർ, അതിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, അവരിൽ നിന്ന് നല്ല രീതിയിൽ കെയർ ലഭിക്കുന്നുണ്ടോ, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തെല്ലാമാണ്, അതാണ് ഒരു ഘടകമായിട്ട് പറയുന്നത്. ഓക്കെ, രോഗികൾക്ക് കെയർ ടീമിൽ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷകള്. ഓക്കെ, ഇനി എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻസ്. നമുക്കറിയാലോ, ചികിത്സാ പദ്ധതികൾ അല്ലെ. ചിലപ്പോ എന്താണ്, ഇത്രയും ദിവസം ഒരു രോഗിയെ ചിലപ്പോ 2 ആഴ്ച അഡ്മിറ്റ് ആക്കേണ്ടത് ഉണ്ട്, 2 ആഴ്ച അഡ്മിറ്റ് ആക്കണം. അതുപോലെ ഇന്ന മെഡിസിൻസ് ആയിരിക്കും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, ഇന്ന ട്രീറ്റ്മെന്റിലൂടെ ആയിരിക്കും നമ്മള് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗികളെ പറഞ്ഞ് നമ്മള് അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ? അങ്ങനെയുള്ളതാണ് ട്രീറ്റ്മെന്റ് പ്ലാൻസിൽ വരുന്നത്. മനസ്സിലായോ? ഇനി എന്താണ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. നമുക്കറിയാലോ, നല്ല രീതിയിൽ പേഷ്യൻസിനോട് അതുപോലെ തന്നെ അവര് കെയർ പ്രൊവൈഡേഴ്സും തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ഇനി എന്താണ്? വെയിറ്റ് ടൈംസ്. എന്താണ് വെയിറ്റ് ടൈംസ് എന്ന് പറഞ്ഞാല്? കാത്തിരിപ്പ് സമയങ്ങളല്ലേ. നമ്മളിപ്പോ ഡോക്ടറെ കാണാനായിട്ട് കൂടുതൽ നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവോ? ഉണ്ടാവില്ല. അവര് സംതൃപ്തരായിരിക്കില്ല അല്ലെ. അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കാൻ നിൽക്കുമ്പോഴും അതുപോലെ എന്താണ്, ഇപ്പോ നമ്മള് ടോക്കൺ എടുക്കുമ്പോ കൂടുതൽ നേരം നമ്മൾ പഠിച്ചിട്ടില്ല അതൊക്കെ, ഔട്ട് പേഷ്യന്റ് ഇൻ പേഷ്യന്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറെ പ്രോബ്ലംസ് ഒക്കെ. അതുപോലെ തന്നെ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ടൈം ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പേഷ്യൻസിന് ഭയങ്കര എന്താണ്, ദേഷ്യം വരാം. അതുപോലെ തന്നെ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ എന്താണ്, അവർക്ക് സംതൃപ്തരായിരിക്കില്ല ആ കാര്യങ്ങളിലൊന്നും. പിന്നെ എന്താണ്? ഫെസിലിറ്റിയുടെ അവിടെ ഒന്നും ഒരു കോമെന്റ് കൊടുത്തോളൂ കേട്ടോ. ഒരു കോമെന്റ് കൊടുത്തു. ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. എന്താണ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെ, അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സ്റ്റാഫുകളാവാം, നഴ്സുമാരാവാം, ഡോക്ടേഴ്സ് ആവാം, രോഗികളോട് പെരുമാറുന്ന കാര്യങ്ങൾ, പെരുമാറ്റം, അതൊക്കെയാണ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവരെ സാറ്റിസ്ഫൈഡ് ആണോ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഘടകങ്ങളായിട്ട്, ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, കെയർ ടീമിൽ നിന്നും രോഗികൾക്ക് ലഭിക്കുന്ന കെയർ അല്ലെ, അവരുടെ പ്രതീക്ഷകള്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ, ചികിത്സാ പദ്ധതികള്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ വെയിറ്റിംഗ് ടൈംസ്, കാത്തിരിപ്പ് സമയങ്ങള്, അതുപോലെ ഫെസിലിറ്റി, എൻവയോൺമെന്റ്, കൾച്ചർ, ഇതൊക്കെയാണ് ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല്? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു 4 പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ can self-reported patient evaluation of multiple touch points in the course of their medical care experience.
ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? CAT self-reported patient evaluation of multiple touch points in the course of their medical care experience. അല്ലെ, അവർക്ക് ലഭിച്ച മെഡിക്കൽ കെയർ എക്സ്പീരിയൻസിൽ നിന്നും ആ മെഡിക്കൽ കെയറിൽ നിന്ന് ലഭിച്ച അവരുടെ അനുഭവങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വയം വിലയിരുത്തുന്നു. സെൽഫ് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയമായിട്ട് അവര് വിലയിരുത്തുന്നതിനെയാണ്. അല്ലെ, സർവേയില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് അവരെന്ത് ചെയ്യും? വായിക്കും, അവർ സ്വയമായിട്ട് അതിന് ആൻസർ ചെയ്യും. അതാണ് സെൽഫായിട്ട് സ്വയം വിലയിരുത്തുന്നു. അതിനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ, മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്. എന്താണ്? ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ലേ സർവേയിൽ ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് അവര് ആൻസർ ചെയ്യും. അല്ലെ, നമ്മളിവിടെ കണ്ടു എന്തൊക്കെയാണ് ഘടകങ്ങളായിട്ട് വരുന്നത്. എക്സ്പെക്ടേഷൻസ് വരാം, അതുപോലെ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, വെയിറ്റിംഗ് ടൈം, കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ആ സർവേയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനെയാണ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ആസ്പെക്ട് of patient satisfaction being calculated, example may include. നോക്കിക്കോളൂ ട്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തുന്നത്. റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫ്, അല്ലെ, സ്റ്റാഫിന്റെ റെസ്പോൺസ്, പ്രതികരണം എങ്ങനെയാണ്. ഇനി എന്താണ്? ക്ലിനീഷ്യൻ കമ്മ്യൂണിക്കേഷൻ. ക്ലിനീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ലിനീഷ്യൻ ആരൊക്കെ ഉണ്ടാവും? നേഴ്സ്, സ്റ്റാഫുകള്, അല്ലെ, അതുപോലെ ടെക്നീഷ്യൻസ്, അങ്ങനെയുള്ളവരൊക്കെയാണ് ക്ലിനീഷ്യൻസ് എന്ന് പറയുന്നത്. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. അതുപോലെ ടെക്നിക്കൽ സ്കിൽസ്, സാങ്കേതിക വൈവിധ്യങ്ങൾ എങ്ങനെയാണ്. ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇവയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടാണ് സർവേയില് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തിയില്ലേ? എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞത്? നമ്മള് സെൽഫായിട്ട് റിപ്പോർട്ട് ചെയ്യാണ്, അല്ലെ, അവൻ സ്വയം വിലയിരുത്തുന്നതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും, അതിന് അവൻ വായിച്ചു നോക്കി ആൻസർ ചെയ്തത് എങ്ങനെയാണ്? സ്വയമായിട്ടാണ്. സ്വയമായിട്ട് അവൻ വിലയിരുത്തുന്നതാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ can be generated and issued in-house, but many hospitals depend on third-party providers with experience in developing, administrating and explaining statistically valid patient satisfaction survey. ഈ സർവേ എങ്ങനെയൊക്കെ നമുക്ക് നടത്താൻ പറ്റും? വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തയ്യാറാക്കാം, അല്ലെ, വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇഷ്യൂ ചെയ്തിട്ട് നടത്താം. അതുപോലെ തന്നെ എന്താണ്? ചില ഹോസ്പിറ്റലുകള് തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർവേ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ്? administrating and explaining statistical valid patient satisfaction survey. എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കലി, അല്ലെ, സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് തേർഡ് പാർട്ടീസ്, ആശാ വർക്കേഴ്സ്മാരൊക്കെ വരില്ലേ നമ്മുടെ വീട്ടില്? അത് എക്സാമ്പിൾ ആയിട്ട് ഇതാട്ടോ, തേർഡ് പാർട്ടീസ് എന്നൊക്കെ പറയുമ്പോ. ഇനി എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്കുകൾ, അല്ലെ, സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത് കേട്ടോ. എന്താണ്? നമുക്ക് വീടുകളിൽ ഇഷ്യൂ ചെയ്തിട്ട് വീടുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കലി, അല്ലെ, സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താണ്? Patient satisfaction survey
is a set of questions issued to gather feedback from the patient to scale their satisfaction with the quality and care of the ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സ്. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ഫീഡ്ബാക്ക്, പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സർവേ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു എലമെന്റ് അല്ലെ, ഒരു ഉപാധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് അല്ലെ, അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവുകോലാണ് എന്ത്, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. മനസ്സിലായോ ആ പാരഗ്രാഫ്? മനസ്സിലാവുന്നതാണ്, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെന്താണ് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. The patient satisfaction survey questionnaire have evaluated their metrics across patient care that help the medical institutions in ascertain the level of care extended and pitfalls in services. എന്താണ് pitfalls എന്ന് പറഞ്ഞാൽ? എന്താണ് pitfall? pitfall എന്താണ്? പോരായ്മ, പോരായ്മ അല്ലെങ്കിൽ അഭാവം, പിഴവ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിഴവ്, പോരായ്മ, അഭാവം എന്നൊക്കെ പറയാനായിട്ട് പറ്റും കേട്ടോ, pitfalls എന്ന് പറഞ്ഞാല്. അപ്പോ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് എന്താണ്, അവർക്ക് പേഷ്യൻസിന് എത്രത്തോളം ക്വാളിറ്റി കെയർ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താ പറയുന്നത്, പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞാല് പറഞ്ഞില്ലേ, പോരായ്മ അല്ലെങ്കിൽ അഭാവം എന്നൊക്കെ പറയാം. അപ്പോ ഹോസ്പിറ്റലിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ പോരായ്മകളാണ് ഉണ്ടായിട്ടുള്ളത്, ഇനി എന്തെങ്കിലും കെയറിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതുപോലെയുള്ള പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർവേയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല് ഈ ക്വസ്റ്റ്യനയറിൽ അവർ ആൻസർ ചെയ്യുന്നതിലൂടെ അവർക്ക് എത്രത്തോളം ക്വാളിറ്റി ഓഫ് കെയർ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഇവാലുവേഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ എത്ര പോരായ്മകളുണ്ട്, എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ പോരായ്മകള് എന്നുള്ള കാര്യവും അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി, കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ 4 പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കോ, സാറ്റിസ്ഫാക്ഷന്റെ മീനിങ്?
നാലാമത്തെ പാരഗ്രാഫ് പറയണം. ലാസ്റ്റ് പാരഗ്രാഫ് അല്ലെ? ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ജസ്റ്റ് ഇത്രമാത്രം ഓർത്താൽ മതി കേട്ടോ. എന്താ പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നാലാമത്തെ പാരഗ്രാഫ് മിസ് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നല്ലോ. എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ questionnaires helps evaluate basic metrics across the patient care that helps the medical institutions in ascertain the level of care and extent and pitfalls in services. എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ? പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരായ്മകള്. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അവർ സംതൃപ്തരാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഗുണനിലവാരമുള്ള കെയർ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഈ പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞാൽ പോരായ്മ. ഹോസ്പിറ്റലിന് എന്തെങ്കിലും പോരായ്മ അവർ കൊടുക്കുന്ന സർവീസിലാവാം, അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലാവാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പോരായ്മകളും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ സർവേയിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ക്വസ്റ്റ്യനെയർ അവർ ചെയ്യുന്നതിലൂടെ ഫീഡ്ബാക്ക് ലഭിക്കില്ലേ നമുക്ക്? അതിലൂടെ ഈ പോരായ്മ അറിയാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയാലോ? നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. 6 underlying metrics which patient satisfaction have to be measured on are. എന്താണ്? രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ട 6 അടിസ്ഥാന അളവുകള്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുകളാണ്. അളവുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടിയിട്ടുള്ള അളവുകൾ കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. എന്താണ്? മെഡിക്കൽ കെയറിൽ നിന്നും, അവർക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും കൊടുക്കുന്ന മെഡിക്കൽ കെയറിൽ നിന്നും പേഷ്യൻസിന് എത്രത്തോളം ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം ലഭിച്ചിട്ടുണ്ട്, അതാണ് ഫസ്റ്റ് അളവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. ആരായിരിക്കും മെഡിക്കൽ പ്രൊഫഷണൽസ്? എക്സാമ്പിൾ പറയാൻ പറ്റോ? ഡോക്ടർ, പിന്നെ ആരായിരിക്കും? സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ എന്താ, നഴ്സുമാര്, ഓക്കെ, അതർ സ്റ്റാഫുകൾ കേട്ടോ. അപ്പൊ അവരൊക്കെയാണ് എന്ത്? മെഡിക്കൽ പ്രൊഫഷണൽസിന് എക്സാമ്പിള്. ഓക്കെ, ഇനി അപ്പോ അവരിൽ നിന്നും ഈ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽസ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ടുള്ള, അല്ലെ? ആണോ? പഠിച്ചിട്ടില്ലേ നമ്മള്? മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്? അങ്ങനെയുള്ള കഴിവുള്ളവരാണോ? പിന്നെ എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. എന്താണ്? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പേഷ്യന്റും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡറും തമ്മിൽ നല്ല രീതിയിൽ സുതാര്യമായതും അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും നടത്താനായിട്ട് പറ്റണം. പിന്നെ എന്താണ്? ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ. എന്തായിരിക്കും? ചികിത്സയുടെ സാമ്പത്തിക വശങ്ങൾ, അല്ലെ? എന്താണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സകൾ നൽകണം, അല്ലെ? ചിലവ് കുറഞ്ഞതും
അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റിയില് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ക്വാളിറ്റി നല്ല ഗുണനിലവാരത്തോടു കൂടി തന്നെ കൊടുക്കണം. അതുപോലെ ചികിത്സ കോസ്റ്റ് അല്ലെ, ചികിത്സയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവുമായിരിക്കണം. പിന്നെ എന്താണ് access to doctors and other medical professionals. എന്താ പറയുന്നത് ഡോക്ടേഴ്സിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കുമുള്ള പ്രവേശനം അല്ലെ. ചികിത്സകളൊക്കെ അവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നവരായിരിക്കണം ഡോക്ടേഴ്സും അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസും എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു രോഗമായിട്ട് വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചികിത്സ കൊടുക്കുന്നവരായിരിക്കണം. പിന്നെന്താണ് accessibility of care. എന്താണ് പരിചരണത്തിലേക്കുള്ള പ്രവേശനം അല്ലെ. ഇപ്പൊ ടെസ്റ്റുകള് നമ്മളിപ്പോ ഒരു രോഗി ഇപ്പൊ എന്തെങ്കിലും എന്താണ് വയറുവേദനയോ അല്ലെങ്കിൽ തലവേദനയൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് പറയാം, ആദ്യം സ്കാൻ ചെയ്യാൻ പറയും അല്ലെ. സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് ചെയ്യുമ്പോഴാണ് ഇനി അടുത്ത ട്രീറ്റ്മെന്റിലോട്ട് കിടക്കുന്നത്. അങ്ങനെയാണോ ചെയ്യാറ്? എങ്ങനെയാ ചെയ്യാറ് അല്ലെ? ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്ത് അതിനുശേഷം ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം രോഗികൾക്ക് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ 6 കാര്യങ്ങളാണ് എന്ത് പറയുന്നത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ട 6 അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കിയേ. A patient satisfaction survey can be conducted anytime during the electronic medical record. Important ആണ് ട്ടോ. EMR. EMR, electronic medical record or electronic health record, EHR. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. അപ്പൊ എന്താ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അയാളുടെ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കി അതിനുശേഷം എപ്പോ വേണമെങ്കിലും ഈ സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഏതെല്ലാം രീതിയിലാണ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ എ വേ ഓഫ് മൊബൈൽ വഴി ചെയ്യാം, ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദി സർവേ, അതുപോലെ വെബ്സൈറ്റ്, OPS എന്ന് പറഞ്ഞാല് പോയിന്റ് ഓഫ് സ്കെയിൽ കേട്ടോ, പോയിന്റ് ഓഫ് സ്കെയില്, ഡിവൈസസ്, കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂംസ് ആൻഡ് എനി അതർ മീഡിയ. അപ്പൊ നമ്മളിപ്പോ എന്താണ് നിങ്ങളിപ്പോ PGക്കോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഒക്കെ പഠിക്കുമ്പോ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാറില്ലേ, അല്ലെങ്കിൽ പ്രൊജക്ടിന് വേണ്ടിയിട്ട് സർവേ ഒക്കെ നടത്താറില്ലേ? എങ്ങനെയാ ചെയ്തിട്ടുള്ളത്? എങ്ങനെയാ ചെയ്യാറ്? ഓൺലൈൻ വഴിയാണല്ലേ, ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടല്ലേ ചെയ്യാറ്? അങ്ങനെയാണോ? ഇപ്പൊ എന്താണ് ടെക്നോളജി ഒക്കെ ഒന്നും കൂടി അഡ്വാൻസ് ആയല്ലേ. പണ്ട് കാലങ്ങളിൽ നമുക്ക് എങ്ങനെയായിരുന്നു, പേപ്പറിലൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ സർവേ ചെയ്യാറ് അല്ലെ, സർവേ നടത്താറ്. പക്ഷെ ഇപ്പോ എന്തായി, ഒന്നും കൂടി അഡ്വാൻസ് ലെവലായി. എല്ലാം നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം, ലിങ്ക് അയച്ചു കൊടുത്ത് നമുക്ക് അതിന് ആൻസർ കിട്ടും അല്ലെ. ആൾക്കാര് അത് സർവേ കണ്ടക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പല രീതിയിൽ മൊബൈൽ വഴി ചെയ്യാം, അതുപോലെ തന്നെ ഫിസിക്കൽ കോപ്പീസ് പ്രിന്റ് എടുത്തിട്ട് ചെയ്യാം, അതുപോലെ പല വെബ്സൈറ്റ് വഴി, അതുപോലെ എന്താണ് പോയിന്റ് ഓഫ് സ്കെയിൽ, അങ്ങനെ പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സർവേ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, EMR, അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അതും ഒന്ന് വരച്ച് വെക്കാം കേട്ടോ, അടിയിൽ വരച്ച് പഠിക്കാം, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മൊബൈലിലൂടെ അല്ലെ. ഫിസിക്കൽ കോപ്പീസ് ഓഫ് സർവേ, വെബ്സൈറ്റ്, പോയിന്റ് ഓഫ് സ്കെയിൽ, അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ, നിങ്ങൾക്ക് അറിയാം, എന്നാലും പറഞ്ഞതാണ്. ഇനി നോക്കിയേ, ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ്? ഡിയർ പേഷ്യന്റ്,
We are interested to know what you think about your service. എന്താണ് ഞങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. Your performance by completing this brief survey in connection with your visit. നിങ്ങളുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങൾക്കുണ്ടായ അനുഭവം ഈ ചെറിയ സർവേയിലൂടെ രേഖപ്പെടുത്താം. ഇനി എന്താണ്? താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് us. എന്താണ്? നിങ്ങളുടെ ഞങ്ങളുമായിട്ട് പങ്കിടാൻ സമയമെടുത്തതിന് നന്ദി. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്, ഡേറ്റ്, അതുപോലെ തന്നെ എന്താണ്? പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. അപ്പൊ നമ്മളിവിടെ സർവേ നമ്മൾ വായിക്കും അല്ലെ, ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കും, നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലെ. ആ റെസ്പോണ്ടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വെരി എന്താണ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫോർത്ത് പോയിന്റിന് ഇതിന് സർക്കിൾ ചെയ്യാം. അതാണ് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിലവർ എങ്ങനെ ചെയ്യാറ്? നമ്മളൊക്കെ എന്താണ്, ഞാനൊക്കെ ചെയ്തിരിക്കുന്നത് റൈറ്റ് ആണ്. നിങ്ങൾ എങ്ങനെയാ ചെയ്യാറ്? പോയിന്റ് ആയിരുന്നോ? ആ, ടിക്ക് ആണല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. നോക്കിയേ, how satisfied are you with the following? Very dissatisfied, satisfied, very satisfied, extremely satisfied. എന്താ പറയുന്നത്? 1 പോയിന്റ് നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈസി ആക്കണം കേട്ടോ. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈസി ഫോർ മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ദ ചെക്കപ്സ് അല്ലെ. എന്താണ്? നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്താണ്? ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വെരി ഡിസാറ്റിസ്ഫൈഡിന് റൗണ്ട് ഇടാം. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ ആ പോയിന്റിന് റൗണ്ട് ഇടാം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ്? സെക്കൻഡ് പോയിന്റ് നോക്കി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കംഫർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയില് കംഫർട്ട് ആയിരുന്നു. തേർഡ് വൺ നോക്കി, ഈസി ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. കംഫർട്ട് ഓഫ് ദ എക്സാമിനിങ് റൂം അല്ലെ. എന്താണ്? ഡോക്ടർ എക്സാമിനിങ് റൂം പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എക്സാമിനിങ് റൂം എന്താ? അതാണോ എക്സാമിനിങ് റൂം എന്ന് പറഞ്ഞാല്? ആ, കാഷ്വാലിറ്റി. ഡോക്ടറുടെ അടുത്ത് തന്നെ രോഗികളെ കിടത്തി നോക്കാനായിട്ട് പരിശോധിക്കുന്ന റൂം ഉണ്ടാവില്ലേ? അവിടെ നിങ്ങൾ കംഫർട്ട് ആയിരുന്നു. കൺസൾട്ടേഷൻ റൂമിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോ എന്താണ്, കറക്റ്റനൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെയുള്ള റൂമാണ് എക്സാമിനിങ് റൂം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഹൗ വാസ് ക്ലീൻലിനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിന്റെ ക്ലീൻലിനെസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വെയിറ്റിംഗ് ടൈം ഇൻ യുവർ ഓഫീസ്. വെയിറ്റിംഗ് ടൈമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ the courtesy of the staff. courtesy എന്ന് പറഞ്ഞാൽ എന്താണ്? മര്യാദ അല്ലെ. സ്റ്റാഫുകള് മര്യാദയോട് കൂടിയിട്ടാണോ പെരുമാറിയിട്ടുള്ളത്? What is your opinion of the cost of the treatment? അല്ലെ, എന്താണ്? ചെലവിനെ കുറിച്ച് നമ്മള് ചിലവ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ കോസ്റ്റിന്റെ അഭിപ്രായം എന്താണ്? How was your diagnosis services? ടെസ്റ്റുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ടെസ്റ്റുകളുടെ സർവീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? The quality of care you have received. എന്താണ്? ഹോസ്പിറ്റലിൽ തരുന്ന ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള അഭിപ്രായം. നല്ല രീതിയിലാണ് ക്വാളിറ്റി സർവീസ് തരുന്നത്. ഇനി എന്താണ്? യുവർ ഓവറോൾ ഒപ്പീനിയൻ ഇൻ അവർ സർവീസ്. അവരുടെ സർവീസിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് സർവേയുടെ ഒരു എക്സാമ്പിൾ ആണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? സെയിം വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.
ഒക്കെയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇത്രയും വരെ നാളെ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.